ഹേയ് മച്ചാന്മാരെ, എല്ലാവർക്കും JBLൻ്റെ അൺബോക്സിങ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പം നിങ്ങൾ പോയി അൺബോക്സിങ് കണ്ടിട്ടോ. അപ്പം മച്ചന്മാരെ, നമ്മൾ ആമസോൺ വഴി ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. ഞാൻ പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാനതെല്ലാം അങ്ങ് അഴിച്ചു കളഞ്ഞിട്ട് അപ്പം ആ കാർഡ്ബോർഡ് പോലത്തെ ബോക്സ് അഴിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതായത് ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ആ പ്ലാസ്റ്റിക് കവർ നമ്മൾ അഴിക്കുകയാണ് ഇപ്പം. ഓക്കെ, നമ്മളിപ്പോൾ ആ പ്ലാസ്റ്റിക് കവർ അഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ JBLൻ്റെ സ്പീക്കറിൻ്റെ ഫുള്ള്, അതായത് കമ്പനി തരുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതൊരു റെട്രോ ലുക്ക് ഉണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി, നൈസായിട്ടുണ്ട്. ഇനി നമുക്കത് അഴിക്കണം ഗൈസ്. ഇനി അതിൻ്റെ മുകളിലൊരു ചെറിയ സീല് വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ അഴിച്ചിട്ട് ആ ബോക്സ് നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ആ സീൽ അഴിച്ചു. നമ്മുടെ JBLൻ്റെ സ്പീക്കർ വെളിയിലെടുക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ലുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് വന്നിട്ട് ഒരു മാറ്റ് ഫിനിഷും അതേപോലെ തന്നെ ബാക്ക് സൈഡ് വന്നിട്ട് ഒരു ഗ്ലോസി ഫിനിഷുമാണ് ഗൈസ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ബ്ലൂ കളറാണ്. നൈസ് ലുക്കാണ് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ, നൈസ് ലുക്കാണ്. അതേപോലെ തന്നെ കൈ കൊണ്ടു നടക്കാൻ ഒരു ഫീലാണ്. ഇനി നമുക്കതിൻ്റെ താഴത്തായിട്ട് ഒരു ബോക്സാണ് പിന്നെ കിട്ടുന്നത്. ഓക്കെ, നമ്മൾക്കിനി ആ ബോക്സിനെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു യൂസർ മാനുവൽ കിട്ടും. ഇനി ഈ യൂസർ മാനുവൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ളിൽ നമ്മുടെ കേബിൾ കിട്ടും. അതായത് ഇത് ചാർജ് ചെയ്യാനുള്ള USB കേബിൾ. പിന്നെ അതുകൂടാതെ 1 ഇയർ വാലിഡിറ്റി ഉള്ള ഒരു വാറൻറ്റി കാർഡ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കും ഗൈസ്. പിന്നെ JBL GO സീരീസിൽ JBL GO2ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. പിന്നെ ഒരു എക്സ്ട്രാ ബാസിന് ഒരു എക്സ്ട്രാ സംഭവമുണ്ട്. അതായത് ഒരു എക്സ്ട്രാ ബാസിന് ഫീൽ കുറച്ച് കൂടുതലാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അൺബോക്സിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കിനി ഇതിൻ്റെ ജെന്യൂൻ റിവ്യൂ നോക്കാം. ഞാനിപ്പോൾ 2 ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് എൻ്റേതായതുകൊണ്ട് ഞാൻ ഇതിനെ പൊക്കി അടിക്കുന്നൊന്നുമില്ല. ജെന്യൂനാണ് ഗൈസ്, നിങ്ങൾക്ക് വിശ്വസിക്കാം, തീർച്ചയായിട്ടും വിശ്വസിക്കാം. എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 2000 അടുപ്പിച്ചാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് പൊളി സാധനമാണ് ഗൈസ്. സത്യം പറയാമല്ല, പൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനം. ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മാരകമാണ് ഗൈസ്, വേറെ ലെവൽ. പക്ഷേ പാട്ടിട്ടിട്ട് നമുക്ക് കൈ പിടിക്കുമ്പോൾ ഒരു ഫീലുണ്ട് ഗൈസ്, അത് അറിയണം ഗൈസ് നിങ്ങൾ, അത് വേറെ ലെവലാണ്. പിന്നെ ഏതൊരു സാധനത്തിനും അതിൻ്റേതായ ഡീമെറിറ്റും ഉണ്ടാവും, മെറിറ്റും ഉണ്ടാവും. എനിക്കിതിൽ തോന്നിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇതിൽ പെൻഡ്രൈവും അതേപോലെ തന്നെ USBയും കണക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഒന്നാണല്ല, സോറി. പെൻഡ്രൈവും അതേപോലെ തന്നെ SD കാർഡും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതെനിക്കൊരു ഡീമെറിറ്റായിട്ട് തോന്നി. പക്ഷെ ബാക്കി എന്തും കൊണ്ടും ഇതൊരു വേറെ ലെവൽ സാധനമാണ് ഗൈസ്. പിന്നെ വാട്ടർ പ്രൂഫിങ് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ പക്കയാണ്. അതേപോലെ തന്നെ സൗണ്ടിൻ്റെ ക്ലാരിറ്റിയുടെ കാര്യത്തിലൊന്നും നമുക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. JBL പണ്ടേ അങ്ങനെ ഒരു കാര്യത്തിൽ പൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. സൗണ്ടിൻ്റെ ക്ലാരിറ്റിയൊക്കെ വേറെ ലെവൽ, നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോയും റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെയുള്ള അൺബോക്സിങ് റിവ്യൂസ്, പിന്നെ വ്ളോഗിങ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ കട്ടയ്ക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഇറ്റ്സ് മീ റൈഡീസ്. ബൈ ബൈ.